അതിരപ്പള്ളിയുടെ മലയോര ജനതയ്ക്ക് ആശ്വാസം പകർന്ന് നിർമ്മാണം ആരംഭിച്ച സൗരോർജ്ജ വൈദ്യുത വേലി നാട്ടുകാർക്കിപ്പോൾ വയ്യാവേലിയാണ്. പ്രദേശത്തെ കാട്ടാനശല്യം പരിഹരിക്കുന്നതിനായി കോടികൾ ചെലവിട്ട് നിർമ്മിക്കുന്ന സൗരോർജ്ജ വൈദ്യുത വേലി ആസൂത്രണത്തിലെ പിഴവ് മൂലം ജനങ്ങളുടെ ഉറക്കം കെടുത്തുകയാണ്. വിരിപ്പാറ മുതൽ കണ്ണൻകുഴിത്തോട് വരെ നിർമ്മിച്ച സൗരോർജ്ജ തൂക്കുവേലിയാണ് നിർമ്മിച്ച് മാസങ്ങൾക്കുള്ളിൽ ആനകൾ തകർത്തത്. കൃത്യമായി വൈദ്യുതി പ്രവഹിപ്പിക്കാത്തതും അറ്റകുറ്റപ്പണികൾ നടത്താത്തതുമാണ് ആനകൾ വേലി തകർക്കാൻ കാരണം. പുഴയുടെ ഇരുകരകളിലുമായി 14 കോടി രൂപ ചെലവിൽ വൈദ്യുതി വേലിയുടെ നിർമ്മാണം പുരോഗമിക്കുമ്പോഴും ആനകൾ ജനവാസ മേഖലയിൽ തമ്പടിക്കുകയാണ്. പരിയാരം പഞ്ചായത്തിലെ വിരിപ്പാറ മുതൽ അതിരപ്പള്ളി പഞ്ചായത്തിലെ കണ്ണൻകുഴി വരെയുള്ള ജനവാസ മേഖലയിലിറങ്ങുന്ന കാട്ടാനക്കൂട്ടത്തെ തടയാനായാണ് വേലി നിർമ്മിക്കുന്നത്. എന്നാൽ അതിരപ്പള്ളി പഞ്ചായത്തിലെ വെട്ടിക്കുഴി മുതൽ പിള്ളപ്പാറ വരെ വനാതിർത്തിയോട് ചേർന്ന പഴയ സൗരോർജ്ജവേലി ഉണ്ടെങ്കിലും അറ്റകുറ്റപ്പണി നടത്താത്തതിനാൽ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഇത് നാശത്തിന്റെ വക്കിലാണ്. വനത്തിൽ വെള്ളത്തിന്റെ ലഭ്യതക്കുറവ് മൂലം വന്യമൃഗങ്ങൾ വനാതിർത്തിയോട് ചേർന്നുള്ള സൗരോർജ്ജ വൈദ്യുതി വേലി തകർത്ത് ജനവാസ മേഖലയിൽ രാപ്പകൽ ഇറങ്ങുകയാണ്. തകർന്ന വൈദ്യുതി വേലി അധികൃതർ തിരിഞ്ഞു നോക്കാത്തതിനാൽ ആനകൾ ജനവാസ മേഖലയിൽ സ്വൈര്യവിഹാരം നടത്തുകയാണ്. പ്ലാന്റേഷൻ മേഖലയിലാണെങ്കിൽ റബ്ബർ മരം മുറിച്ച് ഇടവിളയായി പൈനാപ്പിൾ വെച്ചുപിടിപ്പിക്കുന്നതിനു മുൻപേ ആ പ്രദേശങ്ങളിൽ മുഴുവൻ സൗരോർജ്ജ വൈദ്യുതി വേലി സ്ഥാപിച്ചിരിക്കുകയാണ്. ഇരു വൈദ്യുതി വേലികളുടെ നടുവിൽ പെട്ടുപോയ കാട്ടാനക്കൂട്ടം പ്ലാന്റേഷൻ പ്രദേശങ്ങളിലും വെറ്റിലപ്പാറയിലെ ജനവാസ മേഖലയിലും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. വനം വകുപ്പ് അധികൃതർ കാട്ടാനകളെ പുഴ കടത്തി പ്ലാന്റേഷൻ മേഖലയിലെ വനത്തിലേക്ക് കയറ്റിവിടണമെന്നും വെറ്റിലപ്പാറയിലെ വനാതിർത്തിയോട് ചേർന്നുള്ള വൈദ്യുതി വേലിയുടെ അറ്റകുറ്റപ്പണികൾ തീർത്ത് പ്രവർത്തനക്ഷമമാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.